ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓഡിയോ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓർ ഗേറ്റ് ആണ് ചെയ്യാൻ പോണേ. ഓർ ഗേറ്റ് IC യൂസ് ചെയ്ത് 7432 എന്ന് പറയുന്ന IC യൂസ് ചെയ്താണ് നമ്മൾ ഓർ ഗേറ്റ് ചെയ്യണേ. ഇത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാബുകാർക്ക് ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കുറച്ച് എളുപ്പമായിരിക്കുമെങ്കിൽ ഈ ഒരു വീഡിയോ നന്നായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ട്രെയിനർ കിറ്റിൽ ചെയ്യുന്ന വീഡിയോസാണത്. അതായത് ട്രെയിനർ കിറ്റിൽ ചെയ്യുന്നതാണ് അത്. ബ്രെഡ് ബോർഡ് യൂസ് ചെയ്തായിരിക്കും ചെയ്യുന്നത് ട്രെയിനർ കിറ്റിൽ. ആ ടൈമിൽ ഈ കണക്ഷൻസ് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് സർക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതും നമ്മൾ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റർ സെക്ഷൻ, അത് കഴിഞ്ഞിട്ടായിരിക്കും ഗേറ്റ് ചെക്ക് ചെയ്യണേ. നമ്മളിതിൻ്റെ ഈ ഒരു ICയുടെ കുറച്ച് ഡീറ്റെയിലും പറയും, അതിനുശേഷം ഒരു ഗേറ്റും ചെക്ക് ചെയ്ത് കാണിക്കും. ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യണം. പിന്നെ ട്രൂത്ത് ടേബിളും കൂടെ പറയും. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മൾ ഈ 7805 എന്ന് പറയുന്ന റെഗുലേറ്റർ IC എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇൻപുട്ട് കപ്പാസിറ്റർ വയ്ക്കുക, അതുപോലെ തന്നെ ഔട്ട്പുട്ട് കപ്പാസിറ്റർ. അത് കഴിഞ്ഞിട്ട് ഇതറിയാലോ ഏത് കപ്പാസിറ്റർ എന്ന്? ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററാണ്. ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നമ്മൾ എവിടെ കൊടുക്കുന്നു? ICയുടെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഞാൻ എല്ലാത്തിലും സർക്യൂട്ട് ഡയഗ്രാം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ മാത്രം, അതായത് നമ്മുടെ റെഗുലേറ്റർ ICയുടെ സർക്യൂട്ട് ഡയഗ്രാം മാത്രം വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ കയറി കണ്ടാൽ മതിയാവും, നിങ്ങൾക്ക് ആ സർക്യൂട്ട് ഡയഗ്രാം മാത്രം കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 7805 എന്ന് പറയുന്ന റെഗുലേറ്റർ ICയുടെ ഔട്ട്പുട്ടിൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ അല്ല, നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? അതിന് ആ ഒരു കളർ നമുക്ക് മാറ്റാം, കൺഫ്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്കെല്ലാം ഗ്രൗണ്ട് സെക്ഷനാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ്, പിന്നെ ഇതുപോലെ തന്നെ 7805 എന്ന് പറയുന്ന റെഗുലേറ്റർ ICയുടെ ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സെക്ഷൻ, ഇതെല്ലാം നമുക്കൊന്ന് ഗ്രൗണ്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഗ്രൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളർ ഒന്ന് മാറ്റാം. അപ്പം പിന്നെ കൺഫ്യൂഷൻ കുറയും, എളുപ്പമായിരിക്കും ഒന്ന് മനസ്സിലാക്കാൻ. എല്ലാം നമുക്കൊന്ന് ബ്ലാക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് എല്ലാം നമ്മൾ ബ്ലാക്കിലോട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുത്ത്, അതായത് പോസിറ്റീവ് 9 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് ഔട്ട്പുട്ട് എടുത്ത് കപ്പാസിറ്ററിൻ്റെ ഇൻപുട്ട്, അതായത് ഈ പോസിറ്റീവ് ടെർമിനലിൽ കൊടുക്കാം, ഇൻപുട്ട് കപ്പാസിറ്ററിൻ്റെ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ കളർ ഒന്ന് മാറ്റാം, റെഡാക്കി. അതിനുശേഷം നെഗറ്റീവ് സപ്ലൈ എടുക്കുക, ബാറ്ററിയിൽ നിന്ന് നെഗറ്റീവ് കണക്ഷൻ എടുക്കുക. നമ്മൾ കോമൺ നെഗറ്റീവ് കണക്ട് ചെയ്തില്ലേ ഒരുപാട് ടെർമിനൽസ്, ഈ ഒരു സെക്ഷനിലായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കളറൊന്ന് മാറ്റിയിരിക്കുക, ബ്ലാക്ക് ആയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റെഗുലേറ്റർ സെക്ഷൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. അതെന്ന് പറയുന്നത് 7432 എന്ന് പറയുന്ന ഓർ ഗേറ്റ് IC വെച്ചിട്ട് നമ്മൾ ഓർ ഗേറ്റ് IC എന്താണെന്ന് ആദ്യം നോക്കും, അത് കഴിഞ്ഞിട്ട് സർക്യൂട്ട്. ഓക്കെ അല്ലേ? നമ്മൾ IC ഇതുപോലെ കൊണ്ടുവയ്ക്കുക. വച്ചതിന് ശേഷം ICയുടെ ഒന്നാമത്തെ പിന്ന് ഇൻപുട്ട്, ഇതും ഇൻപുട്ടായിരിക്കും. ഈ ICക്ക് 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഉള്ളത്. അങ്ങനെ ഈ ഒരു ICക്കകത്ത് ടോട്ടൽ 4 ഗേറ്റ് ഉണ്ടാവും. ഈ ICയുടെ 7ാമത്തെ പിന്ന് എന്ന് പറയുന്ന ഗ്രൗണ്ട്, 14ാമത്തെ പിന്നെന്ന് പറയുന്ന പവർ സപ്ലൈ 5 വോൾട്ടാണ്. ഓക്കെ അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു റെഗുലേറ്റർ 5 വോൾട്ട് റെഗുലേറ്റർ പവർ സപ്ലൈ ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ 5 വോൾട്ട് റെഗുലേറ്റർ പവർ സപ്ലൈന്ന് ഒരു, അതായത് ഈ ഒരു കണ്ടല്ലോ, ഈ ഒരു ഇലക്ട്രോലൈറ്റ്സ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നമ്മളൊരു കണക്ഷൻ എടുത്തതിന് ശേഷം ഈ ICയുടെ 17ാമത്തെ പിന്നി കണക്ട് ചെയ്യുക. 17ാമത്തെ പിന്നെന്താണ്? പവർ പിന്നെന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു 5 വോൾട്ട് ഇൻപുട്ട് VCC പിന്നായതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? നമുക്കൊന്ന് റെഡാക്കാം. അതുപോലെ തന്നെ നമ്മളെ ഗ്രൗണ്ട് പിൻ, ഇത് ഗ്രൗണ്ട് അല്ലേ? ഗ്രൗണ്ട് അതെടുത്ത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എവിടെയാണോ ഗ്രൗണ്ട് ചെയ്യണം അവിടെ അങ്ങ് ചെയ്തു. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ICക്ക് പവർ കൊടുത്തു, റെഗുലേറ്റർ പവർ സപ്ലൈ കഴിഞ്ഞു. ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു ഗേറ്റ് ചെയ്യാൻ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പവർ സപ്ലൈയുടെ ഭാഗത്ത്. ഇനി ഗേറ്റാണ് ചെക്ക് ചെയ്യുമ്പോൾ ഗേറ്റ് ഏതൊക്കെ ഗേറ്റുകളുണ്ട്, ഏതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടാണ് ചെക്ക് ചെയ്യുക.
ഇത് OR ഗേറ്റ് ആണ് പറഞ്ഞാൽ OR ഗേറ്റിൽ 2 ഇൻപുട്ട് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇതൊരു ഇൻപുട്ട്, ഇത് രണ്ടാമത്തെ ഇൻപുട്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്നാമത് ഇൻപുട്ട് കണ്ടാ, ഇൻപുട്ട് എ, ഇൻപുട്ട് ബി. ഔട്ട്പുട്ട് വൈ എന്ന് നമ്മൾ ട്രൂത്ത് ടേബിളിനകത്ത് ABY എന്നായിരിക്കും കിടക്കണം, അല്ലെ ABC, അങ്ങനെ എന്തോ ആവട്ടെ. ഇങ്ങനെ ചിന്തിക്കുക, ഇൻപുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇൻപുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഔട്ട്പുട്ട് ആദ്യം നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണോ ഇൻപുട്ട് ചെയ്യണം? അത് നമുക്ക് ആദ്യം നമുക്ക് തല തിരിച്ച് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് നിന്ന് ചെയ്യാം. നമുക്ക് ഒരു റെസിസ്റ്റർ എടുത്ത് ഇതുപോലെ കണക്ട് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്യണോ? ഇവിടെ കണക്ട് ചെയ്യാം. റെസിസ്റ്റർ എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഔട്ട്പുട്ട് എന്ന് കണ്ടല്ലോ, ഔട്ട്പുട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഇവിടെ കൊടുക്കുക റെസിസ്റ്ററിൽ. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് മാറ്റിയേക്കാൻ റെഡാക്കുക. എന്നിട്ടൊരു LED എടുത്ത് ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അല്ലേ? LED-യുടെ ഈ ടെർമിനൽ 2-ൽ LED-യുടെ ആനോഡ് കണക്ട് ചെയ്യുക. LED-യുടെ കാഥോഡ് ഡയറക്റ്റ് അവിടെ നിന്ന് എടുത്ത് നമ്മൾ നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം കളറൊന്നും മാറ്റിയിരിക്കുക, ബ്ലാക്ക് ആക്കി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കണക്ഷൻ കഴിഞ്ഞു. അതായത് ഇൻപുട്ട് കൊടുത്ത ഉടനെ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ട ഭാഗത്തെ കണക്ഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വിച്ച് വയ്ക്കുന്ന കാര്യം 0-1 എന്ന കോമ്പിനേഷൻ ആയിരിക്കും പറഞ്ഞത്. അതുകൊണ്ടാണ് 0-0, 0-1, 1-0, 1-1. ഇതാണ് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്ന കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ട് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇതിന് ട്രൂത്ത് ടേബിളും ബാക്കി കാര്യങ്ങളും വെച്ചായിരിക്കണം ഇത് ചെക്ക് ചെയ്യാൻ. നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്വിച്ചിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, 1B എന്ന് പറയുന്നതിന് കണക്ഷൻ എടുത്തിട്ട് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. അടുത്ത 2B എന്ന് പറയുന്ന കണക്ഷൻ എടുത്ത് അടുത്ത ഇൻപുട്ട് ബിയിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? എന്നിട്ട് അതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 2 വയറിൻ്റെ കളറും റെഡാക്കാം. ഓക്കെ, അത് രണ്ടും നമ്മൾ റെഡാക്കി കഴിഞ്ഞു. അപ്പോൾ ആ 2 കണക്ഷനും കഴിഞ്ഞതിന് ശേഷം ഇനി ഈ ഒരു ടെർമിനൽ ഒരു സ്വിച്ചിന് 2 ടെർമിനൽ കാണണം. അതിൻ്റെ രണ്ടാമത്തെ ടെർമിനലിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഷോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന്, അതായത് ഈ ഷോർട്ട് ചെയ്ത ഒരു ഭാഗത്ത് നിന്നും ഔട്ട്പുട്ട് എടുക്കുക. ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നാലും മതിയാവും. ഇതുപോലെ കണക്ട് ചെയ്യുക. അടുത്തതും ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് സപ്ലൈസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്പാസിറ്ററിൽ നിന്നും ഒരു പോസിറ്റീവ് കണക്ഷൻ എടുത്ത് ഈ ഒരു പോസിറ്റീവ് എന്ന് കൊടുത്തിരിക്കുന്നില്ലേ, ഇവിടെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ കണക്ഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രൂത്ത് ടേബിളിൻ്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ട്രൂത്ത് ടേബിളിനെ ബേസ് ചെയ്തിട്ട് 0-0 കൊടുക്കുമ്പോൾ എന്ത് ഔട്ട്പുട്ട് കിട്ടുമെന്ന് നോക്കാം. 0-0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ അല്ലേ? 0-0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് 0 ആണ്. ഇനി 0-1 ഇത് 0 ആണ്. ഇതിപ്പോൾ 0-ലാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ 1 ആക്കാൻ പോവുകയാണ്. ഈ 2 എന്ന് എഴുതിയിരിക്കുന്ന സെക്ഷനിലെ സ്വിച്ച് ഞാൻ 2, അതായത് 1 ആക്കാൻ പോവുകയാണ്. ഓണാക്കി. ഓക്കെ അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് ഉണ്ട്. ഇനി നമ്മൾ നേരെ എന്താക്കിയാണ്? 0-0 കണ്ടീഷനിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ 1 എന്ന് പറയുന്ന ഇത് കണ്ടോ, 1, 2, അതിൽ 1-നെ ഞാൻ മുകളിലോട്ടാക്കുന്നു. അപ്പോൾ ഇത് എന്ത് കണ്ടീഷനാണ്? 1-0. ഓക്കെ അല്ലേ? 1-0 കണ്ടീഷനിലോട്ടാക്കി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? 1-1 കണ്ടീഷൻ. ഇത് രണ്ടും ഹൈ ആവുന്ന കണ്ടീഷനാണ് 1-1 കണ്ടീഷൻ. 2 സ്വിച്ചും ഹൈ ആവുമ്പോഴും എന്തുണ്ട്? നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഇതിലാകപ്പാടെ ഈ ഒരു OR ഗേറ്റിൽ ഔട്ട്പുട്ട് ഇല്ലാത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് 0-0 കണ്ടീഷനിൽ മാത്രമേ നമുക്ക് എന്തില്ലാതെ ഉള്ളൂ? ഔട്ട്പുട്ട് ഇല്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷനിലും നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഏതെങ്കിലും ഒരു ഇൻപുട്ട് ടെർമിനൽ ഹൈ ആവുന്ന ടൈമിൽ നമുക്ക്, അതായത് OR ഗേറ്റിന് ഔട്ട്പുട്ട് ഉണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഈ OR ഗേറ്റിൻ്റെ സർക്യൂട്ട്. ഇതുപോലെ അടുത്ത ഗേറ്റ് ചെക്ക് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഇപ്പം IC നമ്പർ എണ്ണം ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഓക്കെ, ഇങ്ങനെയാണ് ICയുടെ
ലെഗുകൾ എണ്ണി പോകാൻ വേണ്ടി.